ഹലോ നമസ്കാരമാണ്. ഈ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഗോൾ സെറ്റ് ചെയ്താൽ 3 കാര്യങ്ങളാണ് സംഭവിക്കുക. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഗോൾ വേണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം, ഈ വർഷം എനിക്ക് നല്ല ഒരു ഇയറാക്കി മാറ്റണം, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഗോൾ സെറ്റ് ചെയ്യാറുള്ള ആളുകളാണ്. എന്നാൽ ഇത് സെറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നതാണ്. 3 രൂപത്തിൽ കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ഉഷാറായി, ഭയങ്കര മോട്ടിവേറ്റഡായി, ഞാനിത് എന്തായാലും ഈ വർഷം നേടും, എനിക്ക് വേറെ ഓപ്ഷനില്ല, എൻ്റെ ഈ ഒരു വർഷം കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വേറെ ലെവലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ഭയങ്കര എനർജി ആയിരിക്കും. അങ്ങനെ 2ാമത്തെ ദിവസം ഭയങ്കര എനർജി ആയിരിക്കും. 3ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് എനർജി ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും. 4ാമത്തെ ദിവസം ആകുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. 5ാമത്തെ ദിവസം ആകുമ്പോൾ പിന്നെ ഗോളുമില്ല, ഒന്നുമില്ല, പഴയ പോലെ തന്നെ. ഒരു മാറ്റം ജീവിതത്തിൽ വന്നിട്ടില്ല. 5 ദിവസം കൊണ്ട് ആ ഗോളെല്ലാം മറക്കും, അങ്ങനെ പോകും. പിന്നെ അടുത്ത വർഷം വരണം പുതിയ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ഇതാണ് 1ാമത്തെ വിഭാഗം. അഥവാ ഒരു ഭയങ്കര നമ്മൾ പറയുന്നത് മോട്ടിവേറ്റഡ് ഇഡിയറ്റ് എന്നാണ്. അഥവാ ഭയങ്കര ആവേശത്തിൽ വന്ന് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾ. ഇതാണ് 1ാമത്തെ വിഭാഗം. ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരില്ല. 2ാമത്തെ വിഭാഗം, അവർ ഇതേപോലെ ഗോളൊക്കെ സെറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻ്റ് ആണ്, അപ്പം ഈ വർഷത്തെ ഗോൾ എന്ന് പറയുന്നത് ഈ പ്രൊമോഷൻ കിട്ടി, ഈ കമ്പനിയുടെ ഒന്നും കൂടെ ഒരു മുകളിലോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളൊരു ഗോളാണെന്ന് വിചാരിക്കാം. അപ്പം ഇവർ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഇവർ വർക്ക് ചെയ്യും, പക്ഷേ ഭയങ്കര പ്രാന്തമായി അതിൻ്റെ പിന്നാലെ ഒന്നും പോകില്ല. എന്നാൽ ഇവരെ മനസ്സിലുണ്ട് ഈ ഇന്ന ഗോളുകളൊക്കെ. ഹെൽത്തിന് ഗോളുണ്ട്, റിലേഷൻഷിപ്പിന് ഗോളുകളുണ്ട്, ഫൈനാൻസിന് ഗോളുകളുണ്ട്. ഇതൊക്കെ നേടണം എന്നൊരു ബോധമൊക്കെ ഉണ്ട്. ചെറിയ രൂപത്തിലൊക്കെ വായന തുടങ്ങി, ചെറിയ രൂപത്തിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഫോക്കസ്ഡ് ഒന്നുമല്ല, ഡിസിപ്ലിൻഡ് ഒന്നുമല്ല. എന്നാലും ഒരു വർഷം കഴിയുമ്പോഴേക്ക് അവർ ഇപ്പം ഉള്ളതിൽ നിന്ന് കുറേയൊക്കെ മുന്നോട്ട് അവരെത്തിയിട്ടുണ്ടാകും. കുറേയൊക്കെ മുന്നോട്ട്, അഥവാ ആ ലക്ഷ്യമൊന്നും നേടിയിട്ടുണ്ടാവില്ല. ലക്ഷ്യം എന്താണെന്നറിയാം, ആ ലക്ഷ്യമൊന്നും നേടിയിട്ടുണ്ടാവില്ല. ഒരു പകുതിയൊക്കെ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 40% എത്തിയിട്ടുണ്ടാവും. അഥവാ ഇപ്പോൾ ഉള്ള ജീവിതത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. എന്നാൽ ഗോൾ സെറ്റ് ചെയ്തത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് 2ാമത്തെ വിഭാഗം. ഇതിൽ നല്ല ഒരു ശതമാനം ആളുകളും ഈ ഒരു വിഭാഗത്തിലാണ്. ഗോൾ സെറ്റ് ചെയ്യുന്ന ആളുകളിൽ നല്ല ഒരു ശതമാനം ആളുകളും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി നമുക്ക് 3ാമത്തെ വിഭാഗം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം. അവരാണ് ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ആളുകൾ, അവരാണ് ചരിത്രം സൃഷ്ടിക്കുന്ന ആളുകൾ. അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അഥവാ ഈ 3ാമത്തെ ആളുകളുടെ പ്രത്യേകത, അവർ ഗോൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല മികച്ച ഗോൾ തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാനൊരു വർഷം ആ ഗോൾ സെറ്റ് ചെയ്തത്, എനിക്ക് ഈ കമ്പനിയിൽ ഏറ്റവും നല്ല അക്കൗണ്ടൻ്റ് ആവണം എന്നുള്ളൊരു ഗോളായിരുന്നു ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാനത് പഠിക്കാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, ലൈഫ് എങ്ങനെ മാറ്റാം, ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിങ്ങനെ വന്നപ്പം ഞാൻ അതിന് പിന്നാലെ ഭ്രാന്തമായി കൂടി എല്ലാ ദിവസവും എൻ്റെ എല്ലാ ചിന്തകളും അതന്നായിരുന്നു. എങ്ങനെ ഏറ്റവും ഉഷാറാക്കാം, സാമ്പത്തികമായിട്ട് നേട്ടം വരണം, നല്ല പൊസിഷൻ കിട്ടണം, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും വർക്ക് ചെയ്ത് പോയി ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒന്നും അല്ലുള്ളത്, അതിലും അപ്പുറമാണ്. അഥവാ ഞാൻ ഈ 3ാമത്തെ വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെ നിരന്തരമായി പ്രാന്തമായി ആ ലക്ഷ്യത്തിൻ്റെ പിന്നിൽ വർക്ക് ചെയ്താൽ ആ കാണുന്ന ലക്ഷ്യമൊന്നുമല്ല, അതിലപ്പുറമുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തും. അങ്ങനെ അവിടെ എത്തി നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ അന്ന് വലിയ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ച ലക്ഷ്യം നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ താഴായിരിക്കും, അതിലും മേലെയായിരിക്കും. അപ്പോൾ ഞാൻ അക്കൗണ്ടൻ്റ് ആവണം എന്ന ഒരു ലക്ഷ്യം വെച്ചു. അപ്പം ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ഇങ്ങനെ സ്ഥിരമായി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തപ്പം എനിക്ക് തോന്നി അക്കൗണ്ടൻ്റ് അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതും അക്കൗണ്ടൻറ്റും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് എന്നും പൈസ വന്നതും പൈസ പോയത്, അത് ഇത് സാലറി മറ്റത് എന്ന് ഈ കണക്കുകൾക്കിടയിൽ എല്ലാ ദിവസവും ഒരേപോലെയാണ്. രാവിലെ വരുന്നു, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ബാങ്കിൽ വന്ന പൈസയൊക്കെ എടുത്ത് എഴുതി വെക്കുന്നു, കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു. ഇതന്നെ എന്നും ഒരു വ്യത്യാസവുമില്ല, എല്ലാ ദിവസവും ഒരേപോലെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം സെയിൽസ് നല്ലൊരു ജോലിയാണ്, എനിക്കിഷ്ടമാണ്, എനിക്ക് ആളുകളായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്, എല്ലാ ദിവസവും പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എല്ലാ ദിവസവും പുതിയ അനുഭവങ്ങളും പുതിയ എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് സെയിൽസിലേക്ക് പോകാൻ പറ്റി. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സെയിൽസിലെത്തി.
അപ്പം അക്കൗണ്ടൻ്റ് ആകണമെന്ന ലക്ഷ്യം വെച്ച് ഈ ഭ്രാന്തമായി ഇതിൻ്റെ പിന്നാലെ കൺസിസ്റ്റൻസിയോട് കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ എത്തിയത് അതിനേക്കാൾ ഏറ്റവും മികച്ച ഒരു പൊസിഷനിലാണ്. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഒരു ഉദാഹരണം കൂടെ പറയാം. പിറ്റേ വർഷം സെയിൽസിൽ ഏറ്റവും ഉഷാറായിട്ട് പെർഫോം ചെയ്യണം, ഇപ്പോൾ കൊണ്ടുവന്നതിനേക്കാൾ നല്ല സെയിൽസ് കൊണ്ടുവരണം, ഇതായിരുന്നു ലക്ഷ്യം. ഞാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു, 24 hours എഫേർട്ട് ഇട്ടു. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എന്തിനാണ് നമ്മൾ വേറെ ആളുകൾക്ക് സെയിൽസ് കൊണ്ടുവരുന്നത്? നമുക്ക് സ്വന്തം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സ്വന്തം ബിസിനസ് കൊണ്ടുവന്നുകൂടെ? അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ നിരന്തരമായി വർക്ക് ചെയ്താൽ പുതിയ ആശയങ്ങൾ, പുതിയ ഐഡിയാസ് വരും. അത് നമ്മുടെ ലൈഫ് മാറ്റും. നമ്മൾ ആ കാണുന്ന ലക്ഷ്യം ഒന്നുമായിരിക്കില്ല, അതിനും അപ്പുറമുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തും. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇവരാണ് ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾ. ഇവരാണ് ജീവിതത്തിൽ എല്ലാ വർഷവും നല്ല വലിയ വലിയ വിജയങ്ങളുണ്ടാക്കി ഓരോ സംഭവങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവരെങ്ങനെ സാധ്യമാവുന്നില്ല, ഒന്നുമില്ല. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവരെന്നും ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ചെയ്യും. അപ്പം നേരത്തെ എണീക്കുകയാണെങ്കിൽ എന്നും നേരത്തെ എണീക്കും. രാവിലെ എണീറ്റ് ഒരു പുസ്തകം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വായിക്കാനുണ്ടോ അവർ വായിക്കും. ഏതെങ്കിലും കോഴ്സുകൾ ഒരു വർഷത്തിൽ 1-2 കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും. എല്ലാ ദിവസവും ചെയ്യുന്ന റിച്വൽസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട. നമ്മുടെ ഈ ഗോളുമായി ബന്ധപ്പെട്ട 2, 3, 4 കാര്യങ്ങൾ ചെയ്താൽ മതി. അത് എല്ലാ ദിവസവും ചെയ്യുമ്പം അതൊരു ഹാബിറ്റായി മാറും. ആ ഹാബിറ്റ് എല്ലാ ദിവസവും ഹാബിറ്റായി മാറുമ്പം അതിലൊരു കൺസിസ്റ്റൻസി വരും. ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്തു. ആ പ്രാന്തമായ ആവേശം ഉണ്ടല്ലോ, ആ ആവേശം നിലനിർത്തി വളരെ കുറച്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാന്തമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നമ്മൾ കൊണ്ടുവന്ന വിജയങ്ങൾ എന്തൊക്കെയാണ്, അതിനേക്കാൾ ഇരട്ടി വിജയം ഒരൊറ്റ വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഈ കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇട്ടാലുള്ള വിജയം. അതുകൊണ്ട് 3 ആളുകളെ ഞാൻ പറഞ്ഞു. ഗോൾ സെറ്റ് ചെയ്യുന്നു, ഭയങ്കര ആവേശത്തിൽ വരുന്നു, പിന്നെ ഒന്നും ചെയ്യുന്നില്ല, ലൈഫിൽ ഒരു മാറ്റം വരാത്ത ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൽ നമ്മൾ പെടാൻ പാടില്ല. രണ്ടാമത്തത്, ഗോൾ സെറ്റ് ചെയ്തു, നമുക്ക് സൗകര്യമുള്ളപ്പം മാത്രം ആക്ഷൻ എടുക്കുന്നു, അതിലും നമ്മൾ പെടാൻ പാടില്ല. മൂന്നാമത്തെ വിഭാഗം, ഗോൾ ഇപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് വലുതായി കാണാൻ പറ്റുന്ന ഒരു സ്വപ്നം, ഗോൾ എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് പ്രാന്തമായി വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും അതിലേക്ക് എന്തെങ്കിലും ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വർഷം നമ്മൾ ഇട്ടാൽ നമ്മുടെ ലൈഫ് വേറെ ലെവലായിരിക്കും. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.